കട്ടപ്പനയിലെ അംബേദ്കർ അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് ദളിത് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്നും സംഘടനകൾ വ്യക്തമാക്കി. 2009 ഡിസംബറിൽ തകർത്ത കട്ടപ്പനയിലെ മണ്ഡപം 15 വർഷം നീണ്ട സമര നിയമ പോരാട്ടത്തിലൂടെ ലഭിച്ച കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഫണ്ട് ചിലവഴിച്ച് പുനർനിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ദളിത് വിഭാഗത്തോട് മാത്രമല്ല പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് ദളിത് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. ഇതൊരു വൈകാരികമായ പ്രശ്നത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വൈകാരികമായ പ്രശ്നത്തിലേക്ക് മാറ്റിയാൽ അതിന് വേറെ പല മാനങ്ങളുണ്ടാകും. കാരണം എന്ന് പറയുന്നത് ഇവരാരും തന്നെ പൊതുസമൂഹത്തിന്റെ വക്താക്കളല്ല എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനപരമായ കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ പ്രബുദ്ധരായ ഭരണാധികാരികൾക്ക് ഉള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫണ്ട് ഇവിടെ ലഭിച്ചെങ്കിൽ ആ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ ആസൂത്രണ വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് പരിശോധിച്ച് ജനകീയമായി ഇവിടുത്തെ ആളുകളെ വിളിച്ചുകൂട്ടി, പൊതുസമൂഹത്തെ വിളിച്ചുകൂട്ടി, രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചുകൂട്ടി, ഇവിടുത്തെ സമുദായ സംഘടനകളെ വിളിച്ചുകൂട്ടി ഇരുത്തിക്കൊണ്ട് അതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ആ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ശാശ്വതമായി ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു വികലമാക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വരുന്ന 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതി ലോകമെമ്പാടും ഈ മഹാരഥനെ ആദരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ആ മഹാരഥന്റെ പാതാരബന്ധങ്ങളിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. ആ ദിവസത്തിന്റെ മഹത്വം രാജ്യമെമ്പാടും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ്. ഈ തരുണത്തിലാണ് ഇടുക്കിയിൽ ഇതുപോലെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ മണ്ഡപത്തിന്റെ പേരിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ പെരുമാറാൻ തീരുമാനിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് രാഷ്ട്രീയ കക്ഷികൾ കൂട്ടുനിൽക്കുകയാണ്. അംബേദ്കറെയും അയ്യങ്കാളിയെയും ദളിതരുടെ മാത്രം നേതാവാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ ഇത്തരം പദ്ധതികളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത് അപലപനീയമാണ്. 14-ാം തീയതി രാജ്യമെമ്പാടും അംബേദ്കർ ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കട്ടപ്പനയിൽ സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ ചിലർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്നും നേതാക്കളായ CS രാജേന്ദ്രൻ, സാജു വള്ളക്കടവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.